ബഹുമാനപ്പെട്ട നാട്ടുകാരെ, നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ ചാത്തമംഗലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ പാവപ്പെട്ട കൃഷിക്കാർ നെല്ലളന്നതിൻ്റെ രണ്ടാം പഞ്ചായയുടെ മുഴുവൻ കാശും കിട്ടാത്തതിൻ്റെ പേരിൽ വളരെ ബുദ്ധിമുട്ട് ക്ലേശങ്ങളൊക്കെ പഞ്ചിടാനും വേണ്ടിയിട്ട് രണ്ടാം വിള ഇറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം വിള ഇറക്കിയതിൻ്റെ കാശ് മുഴുവൻ തീർത്ത് കൃഷിക്കാർക്ക് കൊടുത്തിട്ടില്ല സർക്കാർ. അത് എത്രയും പെട്ടെന്ന് കൊടുക്കുകയും ഇപ്പോൾ നെല്ലിളക്കുന്നതിന് മന്ത്രിമാർ തമ്മിൽ മത്സരിക്കുകയാണ്. ഇവിടെ പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും കേരളത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാമാണ് നെല്ലുള്ളത്. ഈ നെല്ല് സമയാസമയങ്ങളിൽ അളക്കാത്തതിൻ്റെ പേരിൽ മഴ പെയ്താൽ മുളച്ചു പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ സർക്കാർ പെട്ടെന്ന് താങ്ങുവില ഉറപ്പാക്കി ഇവരുടെ കൃഷിക്കാരുടെ നെല്ലിൻ്റെ വില നേരത്തെ കൊടുത്ത് ജനങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങളും കൊയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചാണ് വളവിടുന്നതും പഞ്ചിടുന്നതും വരമ്പ് കളിക്കുന്നതും കണ്ടം പൂട്ടുന്നതും കൊയ്ത്ത് മതിയന്ത്രത്തിനും എല്ലാറ്റിനും കാശ് ചിലവ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയ സർക്കാർ വേണ്ട കൃഷിക്കാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നാടിൻ്റെ നട്ടലാണ് ഇന്ത്യ രാജ്യത്ത്. കൃഷിക്കാർക്ക് അന്നം ഊട്ടുന്ന ആളുകളാണ് കൃഷിക്കാരാണ്. ഇവിടുത്തെ നെല്ല് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് നെല്ല് അരി ഉപയോഗിച്ചാണ്. അപ്പോൾ അത് സമയാസമയങ്ങളിൽ ബില്ല് മാറി കൊടുക്കുകയും പാവപ്പെട്ട കർഷകരെ സഹായിക്കുകയും വേണം. ഇപ്പോൾ ഒരു പവൻ സ്വർണത്തിന് 1 ലക്ഷം രൂപയാണ്. ഇത് മക്കളെ കെട്ടിച്ചു വിടാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിത്യോപയോഗമായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല. വളരെ കടമെടുത്താണ് കൃഷിക്കാർ ലോണും മറ്റുള്ളതൊക്കെ എടുത്താണ് ലോണെടുത്താണ് നെല്ലിടുന്നത്. നെല്ലിട്ട സമയത്ത് ഈ പ്രാണികളുടെയും കാട്ടുപന്നിൻ്റെയും കാട്ടുമൃഗങ്ങളുടെയും കാട്ടാനകളുടെയും ശല്യം കാരണം മാന് എല്ലാം വന്ന് കുരുവികളൊക്കെ വന്നിട്ട് നെല്ലിനെ തിന്നിട്ട് പോകുന്നുണ്ട്. കൊത്തിയെടുത്ത് പോവുകയാണ്, ഓരോ കതിരിനെയൊക്കെ കൊത്തിയെടുത്ത് പോവുകയാണ്. ഇത് മനസ്സിലാക്കി ജനങ്ങൾക്ക് പാവപ്പെട്ട കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ട നടപടി നെല്ലളന്നാൽ ഉടനെ അതിൻ്റെ ബില്ല് മാറി കൊടുക്കുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ ശങ്കരനാരായണൻ അറിയിച്ചു.